നമസ്കാരം. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷവും തെക്കൻ ഏഷ്യയെ വീണ്ടും മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം കേവലം ഒരു സൈനിക നടപടി മാത്രമല്ല, ദീർഘകാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തർക്കത്തിന്റെ സ്ഫോടനാത്മകമായ അധ്യായമാണ്. 4 മുതൽ 6 വരെ JF-17 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ഈ ആക്രമണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് അഫ്ഗാൻ അതിർത്തിക്കുള്ളിലെ ഭീകരവാദ താവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ മിന്നലാക്രമണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാകിസ്ഥാനിലെ ബാജൌറിലും ബന്നുവിലും നടന്ന ചാവേർ സ്ഫോടനങ്ങളിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ താലിബാനായ TTPക്കാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഈ ഭീകരവാദികൾക്ക് സംരക്ഷണം നൽകുന്നുവെന്നും പാകിസ്ഥാനെതിരെ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നുവെന്നുമാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് പക്തിക്കയിലും നങ്കർഹാറിലും വ്യോമാക്രമണം നടന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊരു ചിത്രം കൂടി നൽകുന്നുണ്ട്. ജനവാസ മേഖലകളിലും മതപാഠശാലകൾക്ക് നേരെ ബോംബാക്രമണം നടന്നതായും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സാധാരണക്കാർക്ക് പരിക്കേറ്റതായും അഫ്ഗാൻ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിവിലിയൻ പ്രദേശങ്ങൾ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കാണിച്ച് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ ആകാശസീമ ലംഘിക്കുന്നത് നോക്കി നിൽക്കില്ലെന്ന മുന്നറിയിപ്പും കാബൂളിൽ നിന്ന് വരുന്നുണ്ട്. ഈ ദൗത്യത്തിന് പാകിസ്ഥാൻ തിരഞ്ഞെടുത്തത് ചൈനീസ് നിർമ്മിത JF-17 തണ്ടർ യുദ്ധവിമാനങ്ങളാണ്. പാകിസ്ഥാൻ വ്യോമസേനയുടെ കരുത്തായ ഈ വിമാനങ്ങൾ കൃത്യമായ ലക്ഷ്യങ്ങളിൽ ബോംബ് വർഷിക്കാൻ ശേഷിയുള്ളവയാണ്. എന്നാൽ സിവിലിയൻ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ഓപ്പറേഷന്റെ കൃത്യതയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഈ കടുത്ത നിലപാട് മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന ഇരു സൈന്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഇത് കൂടുതൽ വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമോ അതോ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഭീകരവാദവും പരമാധികാരവും തമ്മിലുള്ള ഈ പോരാട്ടം ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.